ഹായ്, ഇന്ന് ചിന്ന പയ്യനക്ക് ചിന്ന ഡ്രസ്സ് വാങ്ങാൻ ചിന്ന ഷോപ്പിംഗ് ആയാലോ. ഞങ്ങൾ പോയത് സോന ഗാർമെൻറ്റ്സ് ആട്ടോ, കുണ്ടൂരുള്ള ഷോപ്പാണ്. ഇവിടെ ഞങ്ങൾ സ്ഥിരം കസ്റ്റമറാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങാൻ പോയത് കുഞ്ഞു കുട്ടിക്കുള്ള ഡ്രസ്സാണെങ്കിലും ഞങ്ങൾ കണ്ടുപോയത് മാക്സിലോട്ടായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് കളക്ഷൻ മാക്സികളുണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് ഫുൾ കൺഫ്യൂഷനാവും ഏതെടുക്കണം. അതിലിതാ ഈ ഫൈനലി ഈ ലാസ്റ്റുള്ള ഒരെണ്ണം ഞാൻ വേറെ എടുത്തു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങോട്ട് കയറി. അവിടുത്തെ ചേട്ടൻ പറയും നിങ്ങൾ മക്കളെ കയറി എടുത്തോന്ന് പറയും. ആ ഒരു വാക്ക് കേട്ടാൽ മതി. ഞങ്ങൾ അങ്ങോട്ട് കയറി. അങ്ങനെ കയറിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സെയിൽസ് ചേട്ടന്മാർ ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങോട്ട് എന്താ പറയുക ഡ്രസ്സൊക്കെ ഇങ്ങനെ വിരിച്ചിടുമല്ലോ, അതാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി. എക്സ്പീരിയൻസ് കുറവായിരിക്കും. നിങ്ങൾ വിചാരിക്കും സെയിൽസുകളാണെന്നല്ല കേട്ടോ, അതല്ല എൻ്റെ ഡ്യൂട്ടി. നമ്മൾക്ക് എന്താ കടയിനോടുള്ള ആ ഒരു ആത്മബന്ധവും അവർക്ക് നമ്മളോടുള്ള വിശ്വാസത്തിന് പുറത്താട്ടോ നമ്മൾ കയറി എടുക്കുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ കൂടെ സാദിയും ഷൈനീഷൊക്കെ ഉണ്ടായിരുന്നത്. അവരും ഓരോന്ന് വാങ്ങിച്ചു കേട്ടോ മാക്സി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വന്ന കാര്യത്തിലേക്ക് കാലങ്ങോട്ട് വെച്ചു. അങ്ങനെ ഇതാ മോനുവിന് ഒരു ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺഫ്യൂഷനാണ് കേട്ടോ. ഈ പിള്ളേരെ ഡ്രസ്സ് അങ്ങനെയുള്ള ഭയങ്കര ക്യൂട്ടായിട്ടല്ലേ അതിനെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ സോക്സ് വാങ്ങിക്കാൻ പോയി. ഫുൾ കൺഫ്യൂഷനായിരുന്നു. ഫൈനലി ഞാൻ വാങ്ങിച്ചു കേട്ടോ, ഒരു ഡ്രസ്സും ഒരു സോക്സും പിന്നെ കോട്ടക്കൽ ആയുർവേദശാലയുടെ 2 സോപ്പും. നല്ല സോപ്പാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആരെയെന്നല്ല, ചിന്ന പയ്യനെ കാണാൻ പോയി. ചിന്ന പയ്യനാണ്, അമ്പിയുടെ മോനാട്ടോ. ഞാനും ഇവൻ കൂടെ പോയി അവന് ഡ്രസ്സൊക്കെ കൊടുത്തു. ഭയങ്കര ഹാപ്പിയായി.